ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം നമ്മളുടെ മെക്കാനിക്കൽ സ്റ്റുഡൻസിന് മൊഡ്യൂൾ 2-ൽ വരുന്നതാണ്. അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് മൊഡ്യൂൾ 1-ൽ വരുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡയഗ്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. വേണ്ടേ, ഇവിടെ നമുക്കൊരു സോളിഡ് തന്നിട്ടുണ്ട്. ഈ സോളിഡിനകത്ത് ഒരു ടെൻസൈൽ ലോഡാണ് ആക്ട് ചെയ്യുന്നത്. ആ ടെൻസൈൽ ലോഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര എന്ന് പറയുന്നുണ്ട്? എഫ് എന്ന് പറഞ്ഞൊരു മാഗ്നിറ്റ്യൂഡ് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഒരു ബോഡി ടെൻഷനിലിരിക്കുമ്പോഴുള്ള സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാമാണ്. അല്ലെങ്കിൽ ഒരു ബോഡിക്ക് നിങ്ങൾ ടെൻസൈൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിൻ്റെയും ഡയഗ്രാമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബോഡിയിൽ നമ്മളിങ്ങനെ എഫ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബോഡിയിൽ സ്ട്രെസ്സും ഉണ്ടാവുന്നുണ്ട്, സ്ട്രെയിനും ഉണ്ടാവുന്നുണ്ട്, ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ സ്ട്രെസ് ആയിരിക്കോ സ്ട്രെയിൻ ആയിരിക്കോ ആദ്യമേ ഡെവലപ്പ് ചെയ്യുന്നത്? വേണ്ടേ, അത് ഞാനൊരു അനലോഗിയിലൂടെ പറയാം. എനിക്കിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ പേര് അഖിൽ മത്തായി എന്നാണ്. ആ സ്റ്റുഡൻറ്റിൻ്റെ പേര് അഖിൽ മത്തായി. അപ്പം ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മത്തായി സാറിൻ്റെ മകനാണ് ആര്? അഖിൽ മത്തായി എന്ന് പറയുന്നത്. അപ്പോൾ മത്തായി സാറാണ് ആദ്യം ഉണ്ടായത്, അതിനുശേഷമാണ് ആരുണ്ടായത്? അഖിൽ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ കൂട്ട് തന്നെ ഇപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്ന് പറയുമ്പം സ്ട്രെയിൻ ആയിരിക്കും ആദ്യം ഉണ്ടായത്, അതിനുശേഷമായിരിക്കും ആരുണ്ടാവുന്നത്? സ്ട്രെസ് ഉണ്ടാവുന്നത്. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വേണ്ടേ, ഇത് നിങ്ങളോടൊരു സോളിഡായിട്ട് കൺസിഡർ ചെയ്തു. ഇതെൻ്റെ ഒരു സോളിഡ് ബോഡിയാണ്. ഈ ഒരു കാണിച്ചിരിക്കുന്ന സോളിഡ് ബോഡിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇവിടെ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. വേണ്ടേ, ഇവിടെ ഞാൻ എഫ് എന്ന് പറഞ്ഞൊരു ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എഫ് എന്ന് പറഞ്ഞൊരു ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പം ഈ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? ഡീഫോം ചെയ്യുന്നില്ലേ? ഈ ബോഡിക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു വലിവ് സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ബോഡി ഒന്ന് ഡീഫോം ആവുന്നുണ്ട്, ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ബോഡിയിൽ എന്താ കൊടുത്തേക്കുന്നത്? ഒരു എക്സ്റ്റേണൽ ലോഡ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തു. ഒരു എക്സ്റ്റേണൽ ലോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ എക്സ്റ്റേണൽ ലോഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരുന്നു? എഫ് എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റേണൽ ലോഡ് നമ്മൾ ആ ബോഡിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ എക്സ്റ്റേണൽ ലോഡ് കൊടുത്തപ്പോഴത്തേക്കിന് ആ ബോഡിക്ക് എന്ത് സംഭവിച്ചു? ഒരു ഡീഫോർമേഷൻ സംഭവിച്ചു. ആ ബോഡിക്ക് ഒരു ഡീഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്, ആണല്ലോ. ഇനി ഒന്ന് നോക്കണേ, ഡീഫോർമേഷൻ എന്ന് പറയുമ്പം ഡീഫോർമേഷനും സ്ട്രെയിനുമായിട്ട് എന്താണ് റിലേറ്റഡ് അല്ലേ? കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ട്രെയിൻ എന്ന് പറയുമ്പം നമുക്ക് എന്തെന്ന് പറയായിരുന്നു? ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ എന്തെന്നാണ്? ഒറിജിനൽ ലെങ്ത്, അല്ലെങ്കിൽ ഡീഫോർമേഷൻ ഡിവൈഡഡ് ബൈ നമുക്ക് എന്തെന്ന് പറയാം? ഒറിജിനൽ ഡയമെൻഷൻ എന്ന് നമുക്ക് എന്തിനെ വിളിക്കാം? സ്ട്രെയിനെ നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. സോ നമ്മൾ എക്സ്റ്റേണൽ ലോഡ് കൊടുത്തു, ഡീഫോർമേഷൻ ഉണ്ടായി. ഡീഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യും, ആണല്ലോ. ഇതായിരുന്നു നമ്മളുടെ ബോഡി, ആണല്ലോ. ഈ ഒരു ബോഡി എന്ന് പറയുമ്പോൾ ഒരു സോളിഡ് ബോഡിയാണ്. ഈ സോളിഡ് ബോഡിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിനകത്തെന്ന് പറയുമ്പോൾ കുറേ എന്തുണ്ട്? മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസ് എല്ലാം എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ഇതൊരു സോളിഡ് ആയതുകൊണ്ട് ഈ മോളിക്യൂൾസ് എല്ലാം വളരെ ടൈറ്റ്ലി പാക്ഡ് ആയിട്ടായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. വേണ്ടേ, ഈ റെഡ് ഡോട്ടിലാണ് നമ്മൾ ആ മോളിക്യൂൾസിനെ കാണിച്ചേക്കുന്നത്, ആണല്ലോ. ഈ മോളിക്യൂൾസ് എന്ന് പറയുമ്പം ഇത് സോളിഡ് ആയതുകൊണ്ട് ഇതെല്ലാം അടുത്തടുത്താണ് ഇരിക്കുന്നത്, വളരെ ക്ലോസ്ലി പാക്ഡ് ആണ്. സോ ഇത് ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ട് ഇത് തമ്മിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? വളരെ വലുതായിരിക്കും. അതായത് ഈ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? വളരെ വലുതാണ്. കാരണം ഇത് എത്ര അവന്മാരുണ്ടെന്നുണ്ടെങ്കിലും യവന്മാർ തമ്മിൽ എന്തുകൊണ്ട്? ഒരു നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷനിലാണ് പിടിച്ചിരിക്കുക യവന്മാർ. അതായത് നമ്മുടെ മെക്കിലെ പിള്ളേരുടെ കൂട്ടാണ്. ഇപ്പോൾ 60 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ 60 എണ്ണം എന്തായിരിക്കും? ഒരൊറ്റക്കെട്ടായിട്ട് നല്ല കൊട്ടക്കി നിൽക്കും. അതിൻ്റെ കൂട്ട് തന്നെ ഇതിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടോ? ഇപ്പോൾ 60 മോളിക്യൂൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 60 എണ്ണം കൊട്ടക്കി നിൽക്കുകയാണ്. അതായത് പിടിച്ച് തമ്മിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒടുക്കലത്ത് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അതായത് വെളിയിൽ നിന്ന് ഒരുത്തൻ വന്ന് കഴിഞ്ഞാൽ ഇവിടെ എന്താവും? വിഷയമാവും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മെറ്റീരിയൽ. അപ്പോൾ മെറ്റീരിയൽ ആ മോളിക്യൂൾസിനെയാണ് ഞാനിപ്പം ആളുകളായിട്ട് വരച്ചേക്കുന്നത്. നേരത്തെ ആ ഡോട്ട്സ് ആയിട്ട് കാണിച്ചില്ലേ, കുത്തുകളായിട്ട് കാണിച്ചില്ലേ? അപ്പോൾ കുത്തുകൾ മാറ്റിയിട്ട് ഞാനിപ്പോൾ ഒരു ആളായിട്ട് വരച്ചെന്നേ ഉള്ളൂ, ആണല്ലോ. ഒന്ന് നോക്കണേ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മെറ്റീരിയലിനകത്തോട്ട് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു, ആണല്ലോ. ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മെറ്റീരിയലിനകത്തോട്ട് ഞാൻ എക്സ്റ്റേണലി ലോഡ് അപ്ലൈ ചെയ്യുക. എൻ്റെ ഈ ഒരു 2 വിരലും കൊണ്ടും ഈ 2 വിരലും കൊണ്ട് ഞാൻ എന്ത് ചെയ്യുക? എക്സ്റ്റേണലി ലോഡ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. വേണ്ടേ, എക്സ്റ്റേണലി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ് യവന്മാരെന്താ? കട്ടാക്കി നിൽക്കും. യവന്മാരുടെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? വളരെ ഹൈ ആണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? വേണ്ട, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു. എക്സ്റ്റേണൽ ഫോഴ്സ് ആദ്യം കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു ഡീഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്. ആ ഡീഫോർമേഷൻ്റെ ഫലമായിട്ട് അവിടെ ഒരു സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ആണല്ലോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡീഫോം ചെയ്യുമ്പോൾ വേണ്ടേ, ഇപ്പോൾ എവൻ്റെ കേസ് എടുക്കാം. ഈ അറ്റത്ത് നിൽക്കുന്നവൻ്റെ കേസ് നമുക്ക് എടുക്കാം, ആണല്ലോ. അപ്പോൾ എവനെ ഞാൻ അങ്ങോട്ട് പിടിച്ച് വലിക്കുകയാണ്, ആണല്ലോ.
പക്ഷേ എവനെ അങ്ങോട്ട് പിടിച്ച് വലിക്കുന്നതിനനുസരിച്ച് ഇവിടെ നിൽക്കുന്നവൻ എവനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പുറത്തോട്ട് പിടിച്ച് വലിക്കുകയല്ലേ ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ, അതുകൊണ്ട് ഞാനിവിടെ എവനെയാണ് ഈ അറ്റത്തുള്ള മോളിക്യൂളിലെ എടുത്തെന്ന് വിചാരിച്ചു. അപ്പോൾ എവനെ ഞാൻ അങ്ങോട്ട് പിടിച്ച് വലിക്കുന്നതിനനുസരിച്ച് ഇതേണ്ട എവനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ മോളിക്യൂൾ എവനും എന്ത് ചെയ്യുന്നുണ്ട്, പിടിച്ച് അങ്ങോട്ട് വലിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ല, കട്ടക്ക് നിൽക്കുന്ന പിള്ളേരാണ്. കാരണം യവന്മാർ നമ്മളുടെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്, വളരെ ഹൈ ആണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരുത്തനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ യവന്മാരെന്ത് ചെയ്യും, തിരിച്ച് അങ്ങോട്ടും വലിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വെളിയിൽ നിന്നൊരു എക്സ്റ്റേണൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ യവന്മാരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് ആണല്ലോ. അതായത് എക്സ്റ്റേണൽ ലോഡ് കൊടുത്തു, അവിടെ ഒരു ഡീഫോർമേഷൻ ഉണ്ടായി ആണല്ലോ. ഡീഫോർമേഷൻ ഉണ്ടായതിനോടൊപ്പം തന്നെ ഇവിടെ എന്തും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് വെളിയിലോട്ട് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് യവന്മാർ അകത്തോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലോഡിനെ നമ്മൾ വിളിക്കുന്നത് ഇൻറ്റേർണൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഡീഫോർമേഷനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഫോഴ്സാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ യവന്മാർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ലോഡ് കൊടുത്തു, അവിടെ ഒരു ഡീഫോർമേഷൻ ഉണ്ടായി. ആ ഡീഫോർമേഷൻ ഉണ്ടായതിന് ശേഷം അവിടെ എന്തും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ആണല്ലോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് എന്തായിരുന്നു വന്നത്, ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ് അവിടെ വന്നിരിക്കുന്നത്. ഇൻറ്റേർണൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് അവിടെ വന്നിട്ടുണ്ട് ആണല്ലോ. ഈ ഇൻറ്റേർണൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ആ ഇൻറ്റേർണൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ആദ്യം എന്തായിരുന്നു അപ്ലൈ ചെയ്തത്, ഒരു എക്സ്റ്റേണലി ലോഡ് എടുത്ത്. അപ്പോൾ എക്സ്റ്റേണലി ലോഡ് കൊടുത്തപ്പം അവിടെ എന്ത് സംഭവിച്ചു, ഡീഫോർമേഷൻ സംഭവിച്ചു. അപ്പോൾ ഡീഫോർമേഷൻ്റെ ഫലമായിട്ട് അവിടെ ഒരു സ്ട്രെയിൻ ഉണ്ടായി. ആ സ്ട്രെയിൻ ഉണ്ടായ സമയത്ത് യവന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ആ ഇൻറ്റേർണൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് കാരണം അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും പറ, ആദ്യം ആരായിരിക്കും ഉണ്ടാവുന്നത്, സ്ട്രെയിൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അഖിൽ മത്തായി ആരാ ആദ്യം ഉണ്ടായത്, മത്തായി സാറല്ലേ ആദ്യം ഉണ്ടായത്. അതിനുശേഷമാണ് ആരുണ്ടായത്, അഖിൽ ഉണ്ടായത്. മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ കൂട്ട് തന്നെ ആദ്യം ആരായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്, സ്ട്രെയിൻ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും ആര് ഡെവലപ്പ് ചെയ്യുന്നത്, ആരുണ്ടാവുന്നത്, സ്ട്രെസ് ഉണ്ടാവുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണെന്നുണ്ടെങ്കിലും പക്ഷേ നമ്മൾ ഫോർമുല എഴുതുമ്പോൾ നമ്മൾ ആ എക്സ്റ്റേണൽ ഫോഴ്സാണ് കൊടുക്കുന്നത്. അതെന്തുകൊണ്ടായിരുന്നു, കാരണം ഇതാണ് നമ്മളുടെ മെറ്റീരിയൽ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് ഞാൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഇപ്പോൾ ഒരു 1 ന്യൂട്ടൺ കൊടുക്കുന്നു. അപ്പോൾ ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഫോഴ്സും എത്ര ആയിരിക്കും അവിടെ ക്രിയേറ്റ് ആവുന്നത്, 1 ന്യൂട്ടൺ തന്നെ അവിടെ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഫോഴ്സും വരും. ഞാനിപ്പോൾ 2 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവർ ഓഫർ ചെയ്യുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്ര ആയിരിക്കും, 2 ആയിരിക്കും വരുന്നത്. സോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഫോഴ്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, എക്സ്റ്റേണൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ത് ചെയ്താൽ മതി, അവിടെ ഇട്ട് കൊടുത്താൽ മതി. ഇനി അടുത്ത് നമ്മൾ ആദ്യമായിട്ട് വരയ്ക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രമാണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതേണ്ടേ, ഇതായിരുന്നു നമ്മുടെ മെറ്റീരിയൽ എന്ന് വിചാരിച്ചു. ഇതായിരുന്നു നമ്മുടെ മെറ്റീരിയൽ. അപ്പോൾ മെറ്റീരിയൽ നമ്മളിങ്ങനെ ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് ഇതെന്ത് ചെയ്യുന്നുണ്ട്, ലെങ്ത് കൂടും. ഇതിൻ്റെ ഏരിയ എന്ത് സംഭവിക്കുന്നുണ്ട്, അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കുറയുകയാണ് ചെയ്യുന്നത് ആണല്ലോ. നമ്മൾ എഞ്ചിനീയറിംഗ് സ്ട്രെസ് എടുക്കുമ്പം ആ ഏരിയ കുറയുന്നത് എന്ത് ചെയ്യത്തില്ല, കൺസിഡർ ചെയ്യത്തില്ല. നമ്മളുടെ ഇനിഷ്യലി അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയായിരുന്നോ ആ ഏരിയ തന്നെ ഇട്ട് സ്ട്രെസ്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, എഞ്ചിനീയറിംഗ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് സ്ട്രെസ് എന്ന് പറയുമ്പം യൂഷ്വലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ നമ്മൾ ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ മെറ്റീരിയൽ എന്നുണ്ടെങ്കിൽ ഇത് പിടിച്ച് വലിക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ത് ചെയ്യും, കുറയുവാണ് ചെയ്യുന്നത്. കാരണം നീളം എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. നമ്മൾ ആ കുറയുന്ന ഏരിയ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം എത്ര ഏരിയ ഉണ്ടായിരുന്നോ അത് തന്നെ കൺസിഡർ ചെയ്തിട്ടാണ് സ്ട്രെസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സ്ട്രെസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, എഞ്ചിനീയറിംഗ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രമാണ്. ഇനി അടുത്ത ഡയഗ്രമാണ് എന്തെന്ന് പറയുന്നത്, ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് വേണ്ടേ, ഇപ്പോൾ നമ്മളിവിടെ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പം ഇതിൻ്റെ ഏരിയ കുറഞ്ഞു ആണല്ലോ. അപ്പോൾ നമ്മൾ ലോഡ് ഡിവൈഡ് ബൈ ഏരിയ അല്ലേ എടുക്കേണ്ടത്. അപ്പോൾ കുറഞ്ഞ ഏരിയ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ട്രൂ സ്ട്രെസ് ആയിരിക്കും. ഇപ്പോൾ ഞാനിപ്പം ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു വിചാരിച്ചു. അപ്പോൾ ആദ്യം ഇവിടെ ഡെവലപ്പ് ചെയ്ത സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ലോഡ് ഡിവൈഡ് ബൈ 5 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ഒരു ലോഡ് അപ്ലൈ ചെയ്യപ്പെട്ടതിന് ഇതിൻ്റെ ഏരിയ കുറഞ്ഞ് 4 ആയെന്ന് വിചാരിച്ചു. അപ്പോൾ ഡിവൈഡ് ബൈ 4 വരും. പിന്നെ ലോഡ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കിന് ഇതിൻ്റെ ഏരിയ കുറഞ്ഞ് 3 ആയെന്ന് വിചാരിച്ചു. അപ്പോൾ ഡിവൈഡ് ബൈ എന്ത് വരും, 3 വരും. അങ്ങനെ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ഏരിയ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ് എന്തായിരിക്കും, ട്രൂ സ്ട്രെസ് ആയിരിക്കും.
ഇനി നമുക്ക് ഡയഗ്രത്തിലോട്ട് വരാം. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് എൻജിനീയറിംഗ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രമാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് മൈൽഡ് സ്റ്റീലിൻ്റെയാണ്. അപ്പോൾ ഈ വരച്ചിരിക്കുന്നത് മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രമാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മൈൽഡ് സ്റ്റീലിലോട്ട് നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്യുന്നു. ലോഡ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ഡീഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡീഫോർമേഷൻ സംഭവിക്കുമ്പം അവിടെ എന്താ ഉണ്ടാവുന്നത്? സ്ട്രെയിൻ ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ സ്ട്രെയിൻ ഉണ്ടാകുമ്പോഴത്തേനും അവിടെ എന്ത് ക്രിയേറ്റ് ആവുമായിരുന്നു? ഇൻറ്റേർണൽ റെസ്റ്റിംഗ് ഫോഴ്സ് ക്രിയേറ്റ് ആവുമായിരുന്നു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ എന്തും ഉണ്ടാവുന്നുണ്ട്? സ്ട്രെസ്സും ഉണ്ടാവുന്നുണ്ട്. സോ നമ്മളൊരു മൈൽഡ് സ്റ്റീലിൻ്റെ ബാർ എടുത്തു. ഈ ബാറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു. അതുപോലെ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ഒരു 1 സെൻറ്റിമീറ്റർ സ്ക്വയറും ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബാർ. ആ ബാറിനകത്തോട്ട് ഇനിഷ്യലി ആ ബാറിൽ ലോഡൊന്നുമില്ല. ആ ബാറിലുള്ള ലോഡെന്ന് പറയുമ്പോൾ എന്താണ്? 0. നമ്മൾ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇനിഷ്യലി ലോഡൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ഫോഴ്സ് 0 ആണ്. ആ കേസിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. അവിടെ ഡീഫോർമേഷൻ ഇല്ല, അതുകൊണ്ട് ചേഞ്ച് ഇൻ ലെങ്ത് ഇല്ല. സോ സ്ട്രെയിൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ തന്നെ സ്ട്രെസ് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം അവിടെ ഒരു സ്ട്രെയിൻ ഉണ്ടായില്ല, നമുക്ക് അവിടെ എന്ത് വരത്തുള്ളൂ? സ്ട്രെസ് വരത്തുള്ളൂ. കാരണം നമുക്കറിയാം ആദ്യം നമ്മൾ ഒരു എക്സ്റ്റേണൽ ലോഡ് കൊടുക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡീഫോർമേഷൻ ഉണ്ടാവും. ആ ഡീഫോർമേഷൻ എന്ന് പറയുമ്പോൾ ആരെയായിരിക്കും സിഗ്നിഫൈ ചെയ്യുന്നത്? നമ്മുടെ സ്ട്രെയിനെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഡീഫോർമേഷൻ കാരണം സ്ട്രെയിൻ ഉണ്ടായി. സ്ട്രെയിൻ കാരണമാണ് ആരുണ്ടാവുന്നത്? സ്ട്രെസ് ഉണ്ടാവുന്നത്. അപ്പോൾ സ്ട്രെയിൻ ഇല്ലെന്നുണ്ടെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ആണല്ലോ, നോക്കി. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേന് ഇതിൻ്റെ ലോഡൊന്ന് കൂട്ടുവാണ്. അപ്പോൾ ഒരു 1 ന്യൂട്ടൺ ലോഡ് കൊടുത്തു. അപ്പോൾ 1 ന്യൂട്ടൺ ലോഡ് കൊടുത്തപ്പോഴത്തേന് അവിടെ എന്ത് സംഭവിച്ചു? ആ ലെങ്ത് കൂടി അവിടെ സ്ട്രെയിൻ എന്ത് ചെയ്തു? ഉണ്ടായി. ആ സ്ട്രെയിൻ കാരണം അവിടെ എന്തുണ്ടായി? സ്ട്രെസ്സും ഉണ്ടായി. ഇനി 2 ന്യൂട്ടണായി, 3 ന്യൂട്ടണായി, അങ്ങനെ ലോഡ് കൊടുക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് സ്ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. സ്ട്രെയിൻ കൂടുന്നതിനനുസരിച്ച് സ്ട്രെസ്സും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കിയേ. ഇവിടെ എന്ന് പറയുമ്പം ഇപ്പം എത്രയാണ് ഇപ്പം സ്ട്രെയിൻ കൂടിയിരിക്കുന്നതെന്ന് നോക്കിയേ. സ്ട്രെയിൻ കൂടിയിരിക്കുന്നത് 0.01 ആണ് സ്ട്രെയിൻ കൂടിയിരിക്കുന്നത്. അപ്പോൾ സ്ട്രെസ് എത്ര കൂടി? 1 ആണ് സ്ട്രെസ് കൂടിയിരിക്കുന്നത്. വേണ്ടേ? ഇനി ഇവിടെ എത്ര സ്ട്രെയിൻ കൂടിയിരിക്കുന്നതെന്ന് നോക്കിയേ. ഇവിടെ 0.01 ആണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര സ്ട്രെസ് കൂടിയിരിക്കുന്നത്? 1 ആണ് സ്ട്രെസ് കൂടിയിരിക്കുന്നത്. വേണ്ടേ? ഇവിടെ ഇപ്പോൾ സ്ട്രെയിൻ എത്ര കൂടിയിരിക്കുന്നത്? 0.01 ആണ് സ്ട്രെയിൻ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര സ്ട്രെസ് കൂടി? 1 ആണ് സ്ട്രെസ് കൂടിയിരിക്കുന്നത്. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് ആർക്ക് പ്രൊപ്പോർഷണലായിട്ടാണ് അവിടെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്ട്രെയിന് പ്രൊപ്പോർഷണലായിട്ടാണ് അവിടെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആണല്ലോ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഗ്രാഫിൽ വരയ്ക്കാം, നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ വരയ്ക്കാം. അപ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ട്രെസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ എവിടെ ആയിരിക്കും വരുന്നത്? വൈ ആക്സിസിലായിരിക്കും വരുന്നത്. സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എവിടെ ആയിരിക്കും വരുന്നത്? എക്സ് ആക്സിസിലായിരിക്കും വരുന്നത്. കാരണം നമ്മൾ പണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്, അതുപോലെ വെലോസിറ്റി ടൈം ഗ്രാഫൊക്കെ വരയ്ക്കത്തില്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് വൈയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് മാർക്ക് ചെയ്യും, എക്സിൽ എന്ത് ചെയ്യും? ടൈം മാർക്ക് ചെയ്യും. അതിൻ്റെ കൂട്ട് തന്നെ വൈയിൽ നമ്മൾ വെലോസിറ്റി മാർക്ക് ചെയ്യും, എക്സിൽ എന്ത് ചെയ്യും? ടൈം മാർക്ക് ചെയ്യും. കാരണം സമയത്തിനനുസരിച്ചാണ് ആര് മാറുന്നത്? വെലോസിറ്റി മാറുന്നത്. സമയത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് മാറുന്നത്. സോ അതുപോലെ തന്നെ സ്ട്രെയിൻ മാറുന്നതിനനുസരിച്ചല്ലേ അവിടെ സ്ട്രെസ് ഉണ്ടാകുന്നത്. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? സ്ട്രെയിൻ ഇവിടെ എക്സ് ആക്സിലും കൊടുത്തേക്കുന്നത്, സ്ട്രെസ് എവിടെയും കൊടുത്തേക്കുന്നത്? വൈ ആക്സിസിലും കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു സ്ട്രെയിന് മാറുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? സ്ട്രെസ്സ് മാറുന്നത്. അല്ലെങ്കിൽ സ്ട്രെയിൻ എത്രമാത്രം വേരി ചെയ്യുന്നോ ആ ഒരു ഇതിന് പ്രൊപ്പോർഷണലായിട്ടാണ് ആര് മാറുന്നത്? സ്ട്രെസ്സ് മാറുന്നത്. ആണല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ ആ കർവിൻ്റെ ഇനിഷ്യൽ പോർഷൻ എന്തായിട്ട് വന്നിരിക്കുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമ്മൾ വരച്ചിരിക്കുന്നത്. ഒന്ന് നോക്കിയേ. ഇതെന്ന് പറയുമ്പോൾ അപ് ടു എ എന്ന് പറഞ്ഞ പോയിന്റ് വരെ, ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് വരെ നമ്മുടെ കർവ് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടല്ലേ പോയിരിക്കുന്നത്. സോ നമുക്ക് അവിടെ ഒരു ലോ വരുന്നുണ്ട്. ആ ലോയാണ് ഹൂക്സ് ലോ. ഹൂക്സ് ലോ. അപ്പോൾ ഹൂക്സ് ലോ പറയുന്നത് വേറെ ഒന്നുമല്ല. ഹൂക്സ് ലോ പറയുന്നത് നമുക്കിപ്പം എ എന്ന് പറഞ്ഞൊരു പോയിന്റ് കണ്ടോ, ആ എ എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്നാണ് വിളിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് വിളിക്കുന്നത്? കാരണം അപ് ടു എ എന്താണ്? സ്ട്രെസ്സ് പ്രൊപ്പോർഷണൽ ടു ആരാണ്? സ്ട്രെയിൻ ആണ്. സോ നമുക്ക് പറയാം വിത്തിൻ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് സ്ട്രെസ്സ് പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? സ്ട്രെയിൻ ആയിരിക്കും. ആ ഒരു ലോ ആണ് എന്തെന്ന് പറയുന്നത്? ഹൂക്സ് ലോ എന്ന് പറയുന്നത്. ഇവിടെ വേണ്ട ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഞാനൊരു കോൺസ്റ്റൻറ്റ് കൊണ്ടുവന്നു. ആ ഒരു കോൺസ്റ്റൻറ്റിനെ ഞാൻ ഇ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ആ ഇ എന്ന് പറയുന്നത് എന്താണ്? യങ്സ് മോഡുലസ് എന്ന് നമ്മൾ വിളിക്കും. ഇ എന്ന് പറയുന്നത് എന്താണ്? യങ്സ് മോഡുലസ് ആണ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഹൂക്സ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. വിത്തിൻ ദി പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു ആരാണ്? സ്ട്രെയിൻ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് യങ്സ് മോഡുലസ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ചെയ്താൽ പോരെ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവിലെ
ആ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഇവിടുത്തെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും? നമുക്കിവിടെ യങ്സ് മോഡുലസ് കിട്ടും. കാരണം ഇവിടെ നമുക്ക് സിഗ്മയാണ് വരുന്നത്, ഇവിടെ എന്താണ് വരുന്നത്? എപ്സിലോൺ ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ സിഗ്മ വരും, ഡിവൈഡ് ബൈ എന്ത് വരും? എപ്സിലോൺ. സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. അതെന്ന് പറയുമ്പോൾ എന്താണ്? യങ്സ് മോഡുലസ്. അപ്പോൾ യങ്സ് മോഡുലസ് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരച്ചിട്ട് അവിടെ ആ ലീനിയർ പോർഷനിലെ സ്ലോപ്പ് എടുക്കുന്നതാണെന്ന് പറയുന്നത് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് ആണല്ലോ. അപ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞ പോയിന്റ് കഴിഞ്ഞു. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിന് ശേഷം വീണ്ടും നമ്മളിങ്ങനെ ലോഡ് എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. ആ ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് അവിടെ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു വേരിയേഷൻ അല്ല അടുത്തതായിട്ട് വരുന്നത്. ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കിന് സ്ട്രെയിൻ പോയിന്റ് 0-1 വെച്ച് കൂടിയാലും സ്ട്രെസ്സ് നേരത്തെ കൂട്ട് 1 കൂടണം എന്നില്ല. അതായത് സ്ട്രെയിനിൻ്റെ വേരിയേഷനും സ്ട്രെസ്സിൻ്റെ വേരിയേഷനും പ്രൊപ്പോർഷണലായിരിക്കണം എന്നില്ല. സ്ട്രെയിൻ മാറുന്നതിനനുസരിച്ച് സ്ട്രെസ്സ് മാറുന്നുണ്ട്, പക്ഷേ അതൊരു പ്രൊപ്പോർഷണലായിട്ട് മാറണം എന്നില്ല. ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് പോയിന്റ് 0-1 മാറിയപ്പം ഇത് 1 മാറി, അടുത്ത പോയിന്റ് 0-1 മാറിയപ്പം ഇത് 1 മാറി, അങ്ങനെ ഒരു പ്രൊപ്പോർഷണലായിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ പോയിന്റ് 0-1 മാറിയപ്പോഴത്തേന് ഇതുണ്ട്, ഇവിടെ ഇപ്പോൾ ഒരു 1.2 ആണ് മാറിയേക്കുന്നത്. അടുത്ത് ഇവിടെ ഒരു പോയിന്റ് 0-1 മാറിയപ്പോഴത്തേന് ഇവിടെ ഒരു 1.6 ആണ് മാറിയേക്കുന്നത്. അപ്പോൾ ഒരു പ്രൊപ്പോർഷണാലിറ്റി എവിടെ നഷ്ടപ്പെട്ടു? എ എന്ന് പറഞ്ഞൊരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേന് അത് നഷ്ടപ്പെട്ടു. അപ്പോൾ എ എന്ന് പറഞ്ഞൊരു പോയിന്റിനെ നമ്മൾ എന്തായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്? എ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആയിരുന്നു. ഇനി അടുത്തെന്ന് പറയുമ്പോഴത്തേക്കിന് ബി എന്ന് പറഞ്ഞ പോയിന്റ് ആണെന്ന് പറയുന്നത് എലാസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ ബിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ഇത് ലീനിയർ ആണോ? അല്ല, ഇവിടം വരെ ഉള്ളൂ, എ വരെ ഉള്ളൂ ഇത് ലീനിയർ ആയിട്ടുള്ളത്. അതിനുശേഷം ഇതൊരു കർവായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഫോം ചെയ്യുന്നത്. പക്ഷേ ബിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ബിയെ നമ്മൾ വിളിക്കുന്നത് എലാസ്റ്റിക് ലിമിറ്റ് ആണ്. എന്തുകൊണ്ടാണ് എലാസ്റ്റിക് ലിമിറ്റ് എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരുന്നു നമ്മളുടെ ബോഡി എന്ന് വിചാരിച്ചു. അപ്പോൾ ബോഡിയിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് ഇനി ഈ ലോഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ സ്റ്റേറ്റിൽ തന്നെ വരും. അതാണ് എന്തിൻ്റെ പ്രത്യേകത? എലാസ്റ്റിക് ലിമിറ്റ് വരെയുള്ളതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു റീജിയനിൽ ഏത് പോയിന്റ് എടുത്താലും അവിടെ നമ്മൾ ലോഡ് റിലീസ് ചെയ്യുമ്പം നമ്മുടെ ബോഡി എന്ത് ചെയ്യും? പഴയ സ്റ്റേറ്റിൽ തന്നെ എത്തും. ഇപ്പോൾ ഈ ഒരു ബോഡി നമ്മുടെ 10 സെൻറ്റിമീറ്റർ ആയിരുന്നു എന്ന് വിചാരിച്ചു. നമ്മളൊരു ലോഡ് കൊടുത്തപ്പോൾ 10.1, 10.2, 10.3 ആയെന്ന് വിചാരിച്ചു. ഇനി അടുത്ത് ഇത് തിരിച്ച് ഈ ആ ലോഡ് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും എന്ത് ചെയ്യും? ആ ഒരു 10 സെൻറ്റിമീറ്ററിലോട്ട് വരും. അതാണ് നമ്മളുടെ എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. സോ ബിയുടെ ലെഫ്റ്റിലോട്ട് ഉള്ള റീജിയനെ നമ്മൾ എലാസ്റ്റിക് എന്നും വിളിക്കും, ബിയുടെ റൈറ്റിലോട്ടുള്ള റീജിയനെ എന്തെന്ന് വിളിക്കും? പ്ലാസ്റ്റിക് എന്നും വിളിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്? പ്ലാസ്റ്റിക് എന്ന് പറയുമ്പം വേണ്ടേ ഇവിടെ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേണ്ടേ അവിടെ നമ്മൾ ലോഡ് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ലോഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പഴയ സ്റ്റേറ്റ് ആയിട്ടുള്ള 10 സെൻറ്റിമീറ്ററിൽ പോകത്തില്ല. 10.1 അല്ലെങ്കിൽ 10.01 അങ്ങനെ ഒരു സ്റ്റേറ്റിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു റീജിയനിൽ നമ്മുടെ ബോഡി ചെല്ലുന്നത്. അതായത് ബിക്ക് ശേഷം നിങ്ങൾ ലോഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പഴയ സ്റ്റേറ്റ് ആയിട്ടുള്ള 10 സെൻറ്റിമീറ്ററിൽ ചെല്ലത്തില്ല. നമ്മളുടെ ബോഡി കുറച്ച് എന്ത് ചെയ്യും? ഒന്ന് നീളം വെക്കും. ഇനിഷ്യലി 10 ആയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഡ് റിലീസ് ചെയ്യുമ്പോഴത്തേനും അത് 10.1 അല്ലെങ്കിൽ 10.2 എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബോഡി ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. സോ നമ്മളിപ്പം ബി എടുത്തു കഴിഞ്ഞാൽ ബിയുടെ ലെഫ്റ്റിലോട്ട് എലാസ്റ്റിക് ആണ്, ബിയുടെ റൈറ്റിലോട്ട് എന്താണ്? പ്ലാസ്റ്റിക് ആണ്. സോ നമ്മളുടെ എലാസ്റ്റിക് ലിമിറ്റിൻ്റെ ലെഫ്റ്റിലോട്ടുള്ള പോർഷൻ എലാസ്റ്റിക് ആയിരിക്കും, റൈറ്റിലോട്ടുള്ള പോർഷൻ എന്തായിരിക്കും? പ്ലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബോഡിയെ നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്? ഇങ്ങനെ ലോഡ് കൊടുത്ത് ബോഡിയെ ലോഡ് കൊടുക്കുന്നു, അതിനനുസരിച്ച് സ്ട്രെയിൻ കൂടുന്നുണ്ട്, സ്ട്രെയിൻ കൂടുന്നതിനനുസരിച്ച് സ്ട്രെസ്സ് കൂടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗ്രാഫ് എവിടം വരെ എത്തി? നമ്മളുടെ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തി ആണല്ലോ. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ എക്സ്റ്റേണലായിട്ട് ലോഡ് കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് വേണ്ടേ ബി കഴിയുമ്പോഴത്തേന് ഈ കർവ് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ എക്സ്റ്റേണൽ ലോഡ് കൊടുക്കുന്നുണ്ട്, അവിടെ ഡീഫോർമേഷൻ സംഭവിക്കുന്നു, സ്ട്രെയിൻ സംഭവിക്കുമ്പം അവിടെ എന്തായിരുന്നു ചെയ്യുന്നത്? ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് വരുന്നുണ്ടായിരുന്നു. ആ ഇൻറ്റേർണൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് കാരണമായിരുന്നു ഇവിടെ എന്തുണ്ടായിരുന്നത്? സ്ട്രെസ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ആണല്ലോ. ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോഴത്തേക്കിന് എവരുടെ ആ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ത് ചെയ്യും? ഒന്ന് വീക്കാവും. ഒന്ന് നോക്കിയേ, നമ്മൾ ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളുടെ ഈ പയ്യന്മാരെന്ത് ചെയ്യുന്നുണ്ട്? അങ്ങ് അകലുന്നുണ്ട്. അപ്പോൾ ഈ പയ്യന്മാരകലുമ്പോഴത്തേക്കിന് എന്താ അവിടെ സംഭവിക്കുന്നത്? ഇവർക്ക് മോളിക്യൂൾസ് തമ്മിലുള്ള ആ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്?
കുറയുവാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം എന്ന് പറയുമ്പോൾ ഇവന്മാർ നല്ല കട്ടയ്ക്ക് നല്ല അടുപ്പിച്ചടുപ്പിച്ച് പിടിച്ചായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷേ നമ്മൾ വെളിയിൽ നിന്ന് നമ്മൾ നല്ല ലോഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലോഡ് കൂടി വരുന്നതിനനുസരിച്ച് ഈ ബോഡി നല്ലതായിട്ട് ഡീഫോം ചെയ്യുന്നുണ്ട്. ആ ബോഡി ഡീഫോം ചെയ്യുന്നതിനനുസരിച്ച് ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടും. ആ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുമ്പം ഇവന്മാർക്ക് ആ കൈ കൊണ്ട് അങ്ങനെ പിടിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? അവന്മാർക്ക് ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പഴയതിൻ്റെ അത്രയും വരുന്നുണ്ടോ? ഇല്ല. കാരണം ഡിസ്റ്റൻസ് കൂടുന്നുണ്ട്. ആ ഡിസ്റ്റൻസ് കൂടുമ്പം ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പോൾ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുമ്പം ആ റെസിസ്റ്റിംഗ് ഫോഴ്സും ഇൻറ്റേർണൽ റെസിസ്റ്റിംഗ് ഫോഴ്സും എന്ത് ചെയ്യും? കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് കുറയുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് എന്ത് ചെയ്യും? കുറയുവല്ലേ ചെയ്യുന്നത്. കാരണം നമ്മുടെ സ്ട്രെസ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇൻറ്റേർണൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമ്മളുടെ ആ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി. അപ്പോൾ ആ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ റെസിസ്റ്റിംഗ് ഫോഴ്സ് കുറയുമ്പം സ്ട്രെസ് എന്ത് ചെയ്യും? കുറയും. അതാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു പോർഷനിൽ കാണിച്ചിരിക്കുന്നത്. സോ ബി കഴിയുമ്പോഴത്തേക്കിന് നമ്മളുടെ ബോഡിയുടെ എന്താ സംഭവിക്കുന്നത്? ആ ഒരു റെസിസ്റ്റൻസ് കുറയുകയാണ്. അപ്പോൾ ബോഡിയുടെ റെസിസ്റ്റൻസ് കുറയുമ്പം അവിടെ സ്ട്രെസ്സ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി കുറയും. പക്ഷേ അത് എവിടം വരെ കുറയത്തുള്ളൂ? സി എന്ന് പറഞ്ഞൊരു പോയിന്റ് വരെ കുറയത്തുള്ളൂ ആണല്ലോ. ആ ഒരു പോർഷനെ ഇതേണ്ട നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്താണ് ഇതേണ്ട ഇവിടെ കാണിച്ചേക്കുന്നത്. ഇവിടെ കാണിക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് പുതിയൊരു പോയിന്റ് കൂടെ കിട്ടും. ഇതേണ്ട എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു, ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ഇതേണ്ട ഇപ്പോൾ ഒരു പുതിയ പോയിന്റ് വൈ എന്ന് പറഞ്ഞൊരു പോയിന്റ് കൂടെ വന്നിട്ടുണ്ട്. വൈ എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ വിളിക്കുന്നത് അപ്പർ ഈൽഡ് പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. ഈൽഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ആണെന്ന് പറയുന്നത് അപ്പർ ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഈൽഡിങ്? ഈൽഡിങ് എന്ന് പറയുമ്പം വഴങ്ങിക്കൊടുക്കുക എന്നാണെന്ന് പറയുന്നത്. അത് മലയാളത്തിൽ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ലോഡ് കൊടുക്കുമ്പം ആദ്യമൊക്കെ ഇത് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പോകെ പോകെ ഇതിൻ്റെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്ത്? കുറഞ്ഞു. കാരണം ഈ മോളിക്യൂൾസ് ദൂരെ ആയപ്പോഴത്തേക്കിന് അതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞു. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞപ്പോഴത്തേക്കിന് ഇതെന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ അങ്ങ് ഡീഫോം ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇവന് റെസിസ്റ്റൻസ് ഒന്നും കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം നമുക്കെന്താ ലോഡിനെ അങ്ങ് വഴങ്ങി തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോഡ് കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഡീഫോർമേഷൻ നടക്കുന്നുണ്ട്, റെസിസ്റ്റൻസ് എന്താണ്? കുറവാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? വലിയുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഈൽഡിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് എന്താണെന്ന് പറയുന്നത്? വൈ എന്ന് പറയുന്നത്. ഇനി അത് എൻഡ് ചെയ്യുന്ന പോയിൻ്റ് എന്താണ്? സി. ആ സിയെ നമ്മൾ എന്തെന്ന് വിളിക്കും? ലോവർ ഈൽഡ് പോയിൻ്റ് എന്ന് വിളിക്കും. അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ആയിരുന്നു. പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വരെ നമുക്ക് ലീനിയർ ആയിരുന്നു കർവ് എന്ന് പറയുന്നത്. അടുത്ത ബി എന്ന് പറയുമ്പോൾ എലാസ്റ്റിക് ലിമിറ്റ് ആയിരുന്നു. അപ്പോൾ എ കഴിഞ്ഞിട്ടും എന്തായിരുന്നു? നമ്മളുടെ ബോഡി എലാസ്റ്റിക് ആയിട്ട് തന്നെ നിൽക്കുമായിരുന്നു. അതായത് ലോഡ് നമ്മൾ തിരിച്ച് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? പഴയ സ്റ്റേറ്റിലെത്തും. അതാണ് ബിയുടെ പ്രത്യേകത. പക്ഷേ നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുമ്പം ബിയുടെ അപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വേറെ ഒരു പോയിൻ്റ് കൂടെ വരുന്നുണ്ട്. ആ പോയിൻ്റാണ് എന്തെന്ന് പറയുന്നത്? ഈൽഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈൽഡ് പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ്? നമ്മുടെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? ബിക്ക് ശേഷം നമ്മളുടെ പോയിൻ്റ് പോകുന്നത്. അപ്പോൾ ബിക്ക് ശേഷമുള്ള ഈ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നമ്മളുടെ ബോഡിയെ തിരിച്ച് വിട്ട് കഴിഞ്ഞാൽ പഴയ സ്റ്റേറ്റിലെത്തുമോ? ഇല്ല. ആദ്യം 10 സെൻറ്റിമീറ്റർ ആയിരുന്നു, നമ്മൾ വലിച്ചൊരു 10.5 സെൻറ്റിമീറ്റർ ആക്കി എന്ന് വിചാരിച്ചു. ഇനി അത് നമ്മൾ തിരിച്ച് വിട്ട് കഴിഞ്ഞാൽ 10 സെൻറ്റിമീറ്ററിലോട്ട് പോകത്തില്ല. അവിടെ കുറച്ച് എന്ത് ചെയ്യും? അവിടെ പ്ലാസ്റ്റിക് ആയിട്ട് അവിടെ നിൽക്കും. പഴയതായിട്ടുള്ള 10 സെൻറ്റിമീറ്റർ അവിടെ കിട്ടത്തില്ല. അതാണ് ബി കഴിഞ്ഞിട്ടുള്ള പോയിൻറ്റിൻ്റെ പ്രത്യേകത. കുറച്ച് ഡീഫോർമേഷൻ അവിടെ എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും. ഇനി അടുത്തെന്ന് പറയുമ്പോഴത്തേന് വൈയിൽ വരുമ്പോഴത്തേക്കിന് വൈ കഴിയുമ്പോഴത്തേന് അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഈൽഡിങ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈൽഡിങ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറയുമ്പോഴത്തേന് എന്താണ് സംഭവിക്കുന്നത്? സ്ട്രെസ്സ് കുറയും. സ്ട്രെസ്സ് കുറയും. പക്ഷേ സ്ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൂടുന്നുണ്ട്. കാരണം അത് വലിയുന്നില്ലേ. അപ്പോൾ സ്ട്രെയിൻ കൂടുന്നുണ്ട്, പക്ഷേ സ്ട്രെസ് എന്താണ്? കുറയുവാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് എവിടം വരെ കണ്ടിന്യൂ ചെയ്യും? സി എന്ന് പറഞ്ഞൊരു പോയിന്റ് വരെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ സി ആണ് എന്തെന്ന് വിളിക്കുന്നത്? ലോവർ ഈൽഡ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഈൽഡിങ് നടക്കുമ്പോൾ നമ്മുടെ മെറ്റീരിയൽ നല്ല രീതിയിൽ എന്താവുകയാണ്? സോഫ്റ്റ് ആവുകയാണ്. ഇതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പഴം പോലാവും. കാരണം ഇതിനൊരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ആ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം നോക്കാൻ നേരത്ത് നമ്മളുടെ സി എന്ന് പറഞ്ഞ ലോവർ ഈൽഡ് പോയിന്റ് കഴിയുമ്പോഴത്തേക്കിന് നമ്മളുടെ സ്ട്രെസ് എന്ത് ചെയ്യുമായിരുന്നു? വീണ്ടും കൂടുമായിരുന്നു. അതായത് വൈ ടു സി നമ്മളുടെ ഈൽഡിങ് നടക്കും. ഈൽഡിങ് നടക്കുമ്പോൾ നമ്മുടെ മെറ്റീരിയൽ എന്തായിരുന്നു? വളരെ സോഫ്റ്റായിട്ട് ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആകുമ്പോഴത്തേക്കിന് അവിടെ റെസിസ്റ്റൻസ് വരുന്നുണ്ടോ? ഇല്ല. മെറ്റീരിയലിന് റെസിസ്റ്റൻസ് തരാനായിട്ട് പറ്റുന്നില്ല. സോ മെറ്റീരിയലിന് റെസിസ്റ്റൻസ് തരാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ സ്ട്രെസ് എന്ത് ചെയ്യും?
കുറയുമായിരുന്നു ചെയ്യുന്നത്. ഇനി അടുത്ത് സി കഴിയുമ്പോഴത്തേക്കിന് മെറ്റീരിയൽ എന്താവും, അങ്ങ് ഹാർഡ് ആവും. അപ്പോൾ ഹാർഡ് ആവുമ്പോഴത്തേക്കിന് വീണ്ടും മെറ്റീരിയലിന് എന്ത് തരാൻ പറ്റുന്നുണ്ട്, റെസിസ്റ്റൻസ് തരാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയലിന് റെസിസ്റ്റൻസ് തരാൻ പറ്റുന്നത് കൊണ്ട് സ്ട്രെസ് എന്ത് ചെയ്യും, ഈ ഒരു പോർഷനിൽ വരുമ്പോഴത്തേന് കൂടും. കാരണം റെസിസ്റ്റൻസ് കൂടുമല്ലേ, കാരണം മെറ്റീരിയലിന് റെസിസ്റ്റൻസ് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്തായി, ഹാർഡായി. അങ്ങനെ ഹാർഡ് ആകുമ്പോഴത്തേക്കിനും മെറ്റീരിയലിൻ്റെ സ്ട്രെസ് എന്ത് ചെയ്യും, കൂടുകയാണ് ചെയ്യുന്നത്. കാരണം സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ എന്താണ്, ഏരിയ. അപ്പോൾ ഈ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ സ്ട്രെസ് എന്ത് ചെയ്യും, കൂടും. അതുകൊണ്ടാണ് ഈ സിക്ക് ശേഷം എന്ത് ചെയ്യുന്നത്, സ്ട്രെസ് കൂടുന്നത്. ആ റീജിയനെ നമ്മൾ വിളിക്കുന്നത് സ്ട്രെയിൻ ഹാർഡനിങ് റീജിയൻ എന്നാണ് വിളിക്കുന്നത്. സോ ആ ഒരു സ്ട്രെസ് വീണ്ടും ഇൻക്രീസ് ചെയ്യുന്ന ആ പോർഷനെ നമ്മൾ എന്തെന്ന് വിളിക്കും, സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് വിളിക്കും. അപ്പോൾ ഇനി എന്താണ് സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് നമുക്ക് നോക്കാം. ഇതേണ്ടേ, അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഇങ്ങനെ കുറേ മോളിക്യൂൾസ് ചേർന്ന് ഉണ്ടാക്കിയിരുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ ഇങ്ങനെ വലിക്കുന്നതിനനുസരിച്ച് ഈ മോളിക്യൂളെല്ലാം എന്താവും, ഒന്ന് ഡിസ്റ്റോർട്ട് ആവും. അതുപോലെ തന്നെ ഈ ഇടയിലുള്ള ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിലോട്ട് ഒന്നൊന്നുണ്ടെങ്കിൽ ഈ ഇവിടേക്കുള്ള ലാറ്റിസിൽ ഏതെങ്കിലും ആറ്റംസ് ഒക്കെ എന്ത് ചെയ്യാം, വന്ന് വീഴാൻ പറ്റും. ഒന്നെങ്കിൽ എന്തെങ്കിലും ആറ്റംസ് ഒക്കെ വന്ന് വീഴും, അല്ലെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും, ഒരു വോയിഡ് ആയിരിക്കും. അതായത് ഒരു എം ടി സ്പേസ് ആയിട്ട് എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഒന്നെങ്കിൽ ആറ്റംസ് വന്ന് വീഴും, അല്ലെങ്കിൽ എന്തായിരിക്കും, ഒരു വോയിഡ് സ്പേസ് ആയിട്ടായിരിക്കും അത് ഫോം ചെയ്യുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഡിസ്ലൊക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ ആറ്റംസ് വന്ന് വീഴുന്നത്, അല്ലെങ്കിൽ ആ ഒരു വോയിഡായിട്ട് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ആറ്റംസ് ഡിസ്പ്ലേസ് ചെയ്യും, ഇവിടുന്ന് ആറ്റംസ് ഇവിടുന്ന് എന്ത് ചെയ്യും, മാറിപ്പോവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പോർഷൻ നമ്മൾ എന്തെന്ന് വിളിക്കും, വോയിഡ്സ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും, ആറ്റംസ് പുതിയ സ്പേസിലോട്ട് എന്ത് ചെയ്യും, വന്ന് വീഴുമായിരിക്കും ചെയ്യുന്നത്. സോ അങ്ങനെ നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്, ഇവിടെ എല്ലാം കുറേ ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാവും. ഈ ഡിസ്ലൊക്കേഷൻ നമ്മുടെ മെറ്റീരിയലിൻ്റെ സർഫസിലോട്ട് വന്നു കഴിഞ്ഞാൽ അതെന്താണ്, വിഷയമാണ്. കാരണം സർഫസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് എന്ത് ചെയ്യും, മെറ്റീരിയൽ അങ്ങ് ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലെയിനെ നമ്മൾ സ്ലിപ്പ് പ്ലെയിൻ എന്ന് വിളിക്കും. അപ്പോൾ ഡിസ്ലൊക്കേഷൻ ഈ ഒരു സ്ലിപ്പ് പ്ലെയിനിലൂടെ എന്ത് ചെയ്യും, പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മുടെ സർഫസിൽ വന്നാൽ ഇതെന്ത് ചെയ്യും, പൊട്ടും. അപ്പോൾ സർഫസിൽ വന്നാൽ നമ്മുടെ മെറ്റീരിയൽ എന്തായി, ഫ്രാക്ചറായി. അപ്പോൾ ഇങ്ങനെ കുറേ ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാവുമെന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഡിസ്ലൊക്കേഷൻസിൻ്റെ എണ്ണം എന്തായിരിക്കും, ഈ ഒരു പോർഷൻ ആകുമ്പോഴത്തേനും വളരെ കൂടും. അപ്പോൾ ഡിസ്ലൊക്കേഷൻ കൂടുന്നതിനനുസരിച്ച് എല്ലായിടത്തും എന്ത് ചെയ്യും, ഇങ്ങനെ ഡിസ്ലൊക്കേഷൻസ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡിസ്ലൊക്കേഷൻ്റെ മൂവ്മെൻറ്റിനെ മറ്റൊരു ഡിസ്ലൊക്കേഷൻ എന്ത് ചെയ്യും, അങ്ങ് റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു ഇൻ്റർഫറൻസ് ഉണ്ടാക്കും. അതായത് ഇവിടുന്ന് ഒരു ഡിസ്ലൊക്കേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ഡിസ്ലൊക്കേഷൻ വന്നിട്ട് അത് എന്ത് ചെയ്യും, അതിൻ്റെ മൂവ്മെൻറ്റിനെ എന്ത് ചെയ്യും, ഇൻ്റർഫിയർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സർഫസിലോട്ട് ഡിസ്ലൊക്കേഷൻസിന് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ ഡിസ്ലൊക്കേഷൻസ് എവിടെ തന്നെ നിൽക്കും, ഇവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഡിസ്ലൊക്കേഷൻസിന് പിന്നെ മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, ഇല്ല. ഒരു ഡിസ്ലൊക്കേഷൻ്റെ മൂവ്മെൻറ്റിനെ മറ്റേ ഡിസ്ലൊക്കേഷൻ എന്ത് ചെയ്യുകയാണ്, ഇൻ്റർഫിയർ ചെയ്യുവാണ്, തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ലൊക്കേഷൻ്റെ മൂവ്മെൻറ്റ് തടസ്സപ്പെടുന്ന കാരണം മെറ്റീരിയൽ വീണ്ടും എന്താവും, സ്ട്രെങ്തൻ ചെയ്യുവാണ് ചെയ്യുന്നത്. കാരണം വീണ്ടും അത് തമ്മിൽ എന്ത് ചെയ്യും, ഒരു നല്ലൊരു ഇൻട്രാറ്റോമിക് ഫോഴ്സസ് ഒക്കെ ഇവിടെ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അതുപോലെ ഈ മൂവ്മെൻറ്റും എന്ത് ചെയ്യുന്നില്ല, പോസിബിൾ അല്ല. സോ അതുകൊണ്ട് നമ്മുടെ മെറ്റീരിയൽ എന്താവും, അവിടെ സ്ട്രെങ്തൻ ആവുകയാണ് ചെയ്യുന്നത്, ഹാർഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോർഷനിൽ ഹാർഡ് ആവുമ്പോഴത്തേക്കിന് നമ്മുടെ മെറ്റീരിയലിന് റെസിസ്റ്റൻസ് കൊടുക്കാനുള്ള കഴിവ് എന്ത് ചെയ്യും, കൂടും. അങ്ങനെ റെസിസ്റ്റൻസ് കൊടുക്കാനുള്ള എബിലിറ്റി കൂടുമ്പോഴത്തേക്കിന് സ്ട്രെസ് എന്ത് ചെയ്യും, കൂടും. അതാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ സ്ട്രെയിൻ ഹാർഡനിങ് റീജിയനിൽ കാണിച്ചേക്കുന്നത്. നമ്മളിപ്പം ബി ടു സി അല്ലെങ്കിൽ വൈ ടു സി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈൽഡിങ് ആയിരുന്നു. അപ്പോൾ ഈൽഡിങ് ആകുമ്പോഴത്തേന് എന്താ പറഞ്ഞത്, നമ്മളുടെ ഡിസ്ലൊക്കേഷൻസിൻ്റെ എണ്ണം കൂടും. അപ്പോൾ ഡിസ്ലൊക്കേഷൻസിൻ്റെ എണ്ണം കൂടുമ്പോൾ നമ്മുടെ മെറ്റീരിയൽ വീക്ക് ആവുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി കഴിയുമ്പോഴത്തേക്കിന് ഡിസ്ലൊക്കേഷൻസിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. ആ ഡിസ്ലൊക്കേഷൻസിൻ്റെ എണ്ണം കൂടുമ്പം ഒരു ഡിസ്ലൊക്കേഷൻ്റെ മൂവ്മെൻറ്റിനെ, അല്ലെങ്കിൽ ഒരു ഡിസ്ലൊക്കേഷൻ്റെ പാത്തിനെ മറ്റേ ഡിസ്ലൊക്കേഷൻ്റെ പാത്ത് എന്ത് ചെയ്യും, ഇൻ്റർഫിയർ ചെയ്യും. അപ്പോൾ ഈ ഡിസ്ലൊക്കേഷൻസിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്താലാണ് ഇവിടെ ഫെയിലിയർ സംഭവിക്കുന്നത്. ഇത് വീണ്ടും എന്ത് ചെയ്യുന്നത്, അങ്ങ് പഴം പോലാവുന്നത്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് നടക്കാത്തത് കൊണ്ട്, ഈ മൂവ്മെൻറ്റ് നടക്കാത്തപ്പോൾ നമ്മുടെ മെറ്റീരിയൽ എന്താവും, സ്ട്രോങ് ആവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മുടെ മെറ്റീരിയൽ എന്താണ്, സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് മെറ്റീരിയൽ ഹാർഡൻഡ് ആവും. അതാണ് ഈ സി കഴിഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സി കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷൻ, സി കഴിഞ്ഞിട്ട് വേണ്ട ഇവിടെ ഒരു പോർഷനിൽ നമ്മുടെ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹാർഡൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഹാർഡൻഡ് ആയതുകൊണ്ട് ഈ മെറ്റീരിയൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ റെസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റുമ്പം, റെസിസ്റ്റൻസ് കൂടുമ്പം നമ്മുടെ സ്ട്രെസ് എന്ത് ചെയ്യും, കൂടും. കാരണം സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇൻ്റർണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പം സ്ട്രെസ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സ്ട്രെസ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു റീജിയനെ വിളിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് വിളിക്കുന്നത് ആണല്ലോ. അങ്ങനെ കൂടി നമ്മുടെ മെറ്റീരിയലിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മാക്സിമം
സ്ട്രെസ് എത്തും. അതാണ് എന്തെന്ന് പറയുന്നത്, ഡി എന്ന് പറയുന്നത്. ആ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, UTS എന്ന് വിളിക്കും, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് എന്ന് വിളിക്കും. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്, ആ മെറ്റീരിയലിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് ആണെന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് ആണല്ലോ. ഇനി അടുത്തത് ഡിക്ക് ശേഷം നമ്മുടെ മെറ്റീരിയൽ വീണ്ടും എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് കുറയും. അതെന്തുകൊണ്ടാണ് കുറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേണ്ട നമ്മുടെ മെറ്റീരിയൽ ഇങ്ങനെ ലോഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ ലെങ്ത് കൂടുന്നുണ്ട്. ആ ലെങ്ത് കൂടുന്നതോടുകൂടി ഏരിയ എന്ത് ചെയ്യും, കുറയും ആണല്ലോ. അപ്പോൾ ഈ ഡി കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കുറയുന്നുണ്ട്. ആ ഒരു റീജിയനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് നെക്കിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിക്ക് ശേഷം ഡിക്ക് ശേഷമുള്ള പോർഷനെ നമ്മൾ എന്തെന്ന് വിളിക്കും, നെക്കിങ് എന്ന് നമ്മൾ വിളിക്കും. അവിടെ എന്തുകൊണ്ടാണ് നെക്കിങ് ഉണ്ടാകുന്നത്, കാരണം ഒരു നെക്ക് അവിടെ ഫോം ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡറബിളായിട്ട് കുറഞ്ഞിട്ട് ഈ ഒരു ഏരിയക്കാളിലും കുറഞ്ഞൊരു ഏരിയ, ഒരു നെക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്ക് ഫോം ചെയ്തപ്പോഴത്തേക്കിന് ഇവിടെ ഏരിയ എന്താ, കുറവല്ലേ, ഏരിയ എന്ത് ചെയ്ത് കുറഞ്ഞ് ആണല്ലോ. അപ്പോൾ ഏരിയ കുറയുമ്പോഴത്തേക്കിന് നേരത്തെ ഇത്രയും മെറ്റീരിയൽ ഉണ്ടായിരുന്നു അവിടെ റെസിസ്റ്റൻസ് കൊടുക്കാനായിട്ട്. ഇപ്പോൾ റെസിസ്റ്റൻസ് കൊടുക്കാനായിട്ട് എത്ര മെറ്റീരിയലേ ഉള്ളൂ, ഇത്രയും മെറ്റീരിയൽ ഉള്ളൂ. അപ്പോൾ മെറ്റീരിയൽ കുറയുമ്പം റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കുറയത്തില്ലേ. അതുകൊണ്ടാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഏരിയ കുറഞ്ഞു. ആ ഏരിയ കുറയുന്നതിൻ്റെ ഫലമായിട്ട് ആ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ആ റെസിസ്റ്റൻസ് കുറയുമ്പോൾ സ്ട്രെസ് എന്ത് ചെയ്യും, കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ റീജിയനിൽ എന്തായിരിക്കും, സ്ട്രെസ് കുറയും ആണല്ലോ. എന്നിട്ട് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കിന് ഈ സാധനം എന്ത് ചെയ്യും, അങ്ങ് പൊട്ടും. ആ പൊട്ടുന്ന പോയിന്റ് ആണെന്ന് കാണിച്ചിരിക്കുന്നത് ആ ഇയെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ഫ്രാക്ചർ പോയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത് ആണല്ലോ. ഇനി അടുത്ത ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കിന് വേണ്ട ഇതിൻ്റെ ഏരിയ, നമ്മുടെ ആ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൻ്റെ ഏരിയ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയലിൻ്റെ ടഫ്നെസ്സിനെ തരും. ടഫ്നെസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ഷോക്കൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ഒരു മെറ്റീരിയലിൻ്റെ കഴിവാണെന്ന് പറയുന്നത് ടഫ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ കൂടുതലാണെന്നുണ്ടെങ്കിൽ ടഫ്നെസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ വരച്ചത് മൈൽഡ് സ്റ്റീലിൻ്റെ എഞ്ചിനീയറിംഗ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ആണ് വരച്ചത് ആണല്ലോ. ഇനി നമുക്കൊരു ഡയഗ്രാം കൂടെ ഉണ്ട്, അതെന്ന് പറയുമ്പോൾ ഇതായിരുന്നു ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ആയിരുന്നു. അപ്പോൾ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഇതുണ്ട്, ഈ ഒരു കളറിൽ വരയ്ക്കുന്നതാണ്. ഇത് ഇനിഷ്യലി ഇതുപോലെ തന്നെ ആയിരിക്കും, ഇതുപോലെ തന്നെ വന്നിട്ട് ഇതെന്ന് പറയുമ്പോൾ ഒരു ഇൻക്രീസിങ് നേച്ചറിലായിരിക്കും ഇതങ്ങ് പോകുന്നത്. ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതായിരിക്കും നമ്മളുടെ ട്രൂ സ്ട്രെസ് എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ എഞ്ചിനീയറിംഗ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനിഷ്യലി ഉള്ള ഏരിയ ആയിരുന്നു എന്ത് ചെയ്യുന്നത്, അവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ വേരി ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഫോഴ്സ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വേരി ചെയ്യുന്നത്. ആ ഫോഴ്സാണ് അവിടെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മളുടെ ട്രൂ സ്ട്രെസ് ആകുമ്പോഴത്തേക്കിന് എന്താണ്, നമ്മളുടെ ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട് ആണല്ലോ. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്, കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. ഇതായിരുന്നു നമ്മുടെ ഇനിഷ്യൽ ഏരിയ, ആ ഏരിയ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഏരിയ കുറയുമ്പോൾ, അതായത് നമ്മളുടെ ഏരിയ എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സോ ഈ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ കുറയുമല്ലേ. സോ നമ്മുടെ ടോട്ടൽ ക്വാണ്ടിറ്റി എപ്പോഴും എന്തായിരിക്കും, കൂടിക്കൊണ്ടിരിക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ട്രൂ സ്ട്രെസ്സിൻ്റെ കർവ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഇൻക്രീസിങ് നേച്ചറിൽ നമുക്ക് വരുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞത് മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം അല്ലേ. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അലൂമിനിയം അല്ലെങ്കിൽ കോപ്പർ തുടങ്ങിയ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാമാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കിന് മൈൽഡ് സ്റ്റീൽ ആണെങ്കിലും അലൂമിനിയം ആണെങ്കിലും കോപ്പർ ആണെങ്കിലും ഇതെല്ലാം എന്താണ്, നമ്മുടെ ഡക്റ്റൈൽ മെറ്റീരിയലാണ്. പക്ഷേ അലൂമിനിയം കോപ്പറൊക്കെ വരുമ്പോഴത്തേക്കിന് അവിടെ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഈൽഡ് പോയിന്റ് ഇല്ല. നേരത്തെ കേസിലായിരുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈൽഡ് പോയിന്റ് എന്തായിരുന്നു, അവിടെ നമ്മുടെ ഈൽഡ് പോയിന്റ് വെൽ ഡിഫൈൻഡ് ആയിരുന്നു. ആ ഒരു ഫിഗർ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ ഈൽഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യായിരുന്നു. ആ ഒരു ഡിപ്പ് വരുന്ന പോയിന്റ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്, ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് എന്ത് കിട്ടുന്നില്ല, ഈൽഡ് പോയിന്റ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ എക്സ് ആക്സിൽ സ്ട്രെയിൻ ഉണ്ടല്ലോ, ഇപ്പോൾ സ്ട്രെയിൻ്റെ വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 0.001, അടുത്തായിട്ട് 0.002, അങ്ങനെ 0.003, 0.004 അങ്ങനെ കൂടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ 0.002 എന്ന് പറഞ്ഞ വാല്യൂ സെലക്ട് ചെയ്യുക ആണല്ലോ. എന്നിട്ട് നമ്മളുടെ ഈ ഒരു കർവ് ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൻ്റെ ഈ ലീനിയർ പോർഷൻ, ആ നമ്മുടെ ആ ഇനിഷ്യലി ഉള്ള പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനായിട്ട് പാരലായിട്ട് എന്ത് ചെയ്യുക, ഒരു കർവ് വരയ്ക്കുക. അതിന് പാരലായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ലൈൻ വരച്ചു. ഈ ലൈൻ നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൽ എന്ത് ചെയ്യും, മീറ്റ് ചെയ്യും. ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മുടെ അലൂമിനിയത്തിൻ്റെയൊക്കെ കേസിലുള്ള ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈൽഡ് പോയിന്റിനെ ഉള്ള സ്ട്രെസ്, ഈ ഒരു സ്ട്രെസ്സിനെ നമ്മൾ വിളിക്കുന്നത് ഓഫ്സെറ്റ് ഈൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ എന്തെന്നാണ്, പ്രൂഫ് സ്ട്രെസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് 0.002 കറസ്പോണ്ടിങ് ആയിട്ടാണ്
വരച്ചത്. ഈ 0.002 എന്ന് പറയുമ്പോഴത്തേക്കിന് 0.2% ഓഫ് സ്ട്രെയിൻ ആണ്. ഇവിടെ നമ്മൾ ആ പെർസെൻറ്റേജിനെ മാറ്റാനായിട്ട് എന്ത് കൊടുക്കും? ഒരു ബൈ 100 കൊടുക്കും. അതായത് 0.2 ഡിവൈഡ് ബൈ എന്ത് കൊടുക്കും? 100 കൊടുക്കും. ആ 0.2 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ എന്ത് വരും? 0.002 വരും. അപ്പോൾ 0.2% ഓഫ് സ്ട്രെയിൻ അല്ലെങ്കിൽ 0.002 സ്ട്രെയിൻ്റെ വാല്യൂ 0.002 ആകുന്നിടത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ ആ സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ ലീനിയർ ആയിട്ടുള്ള പോർഷന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു. ആ ലൈൻ നമ്മളുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? അലൂമിനിയം കോപ്പറിൻ്റെ കേസിലുള്ള ഓഫ്സെറ്റ് ഈൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ എന്ത്? പ്രൂഫ് സ്ട്രെസ്. അപ്പോൾ ഇതാണ് അലൂമിനിയത്തിൻ്റെ കോപ്പറിൻ്റെയൊക്കെ ഈൽഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡ്. ഇനി അടുത്ത വരുന്നത് നമ്മുടെ ബ്രിട്ടിൽ മെറ്റീരിയലാണ്. നമ്മുടെ ഗ്ലാസ്, സെറാമിക്, ഇതിൻ്റെ കൂട്ട് തന്നെയാണ് ഇനിഷ്യലി നമ്മൾ സ്ട്രെയിൻ കൊടുക്കുന്നതിനനുസരിച്ച് സ്ട്രെസ് കൂടുന്നുണ്ട് ആണല്ലോ. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം ഇവിടുത്തെ കൂട്ട് അല്ലെങ്കിൽ നമ്മളുടെ മൈൽഡ് സ്റ്റീലിൻ്റെയൊക്കെ കൂട്ട് ഒരു നല്ല ഒരു പ്ലാസ്റ്റിക് റീജിയൻ വരുന്നില്ല. ഇവിടേക്ക് എന്ന് പറയുമ്പോൾ ആ പ്ലാസ്റ്റിക് റീജിയൻ അല്ലെങ്കിൽ ഷേപ്പ് ചേഞ്ച് എന്തായിരുന്നു? സ്ട്രെയിൻ എന്തായിരുന്നു? വളരെ അധികം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കുറച്ച് സ്ട്രെയിൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. കാരണം നമുക്കറിയാം, നിങ്ങളിപ്പോൾ എന്തൊരു ഗ്ലാസും കൊണ്ട് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ലോഡ് കൂടുന്നതിനനുസരിച്ച് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? അങ്ങ് ബ്രേക്കായി പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവിടെ ഷേപ്പ് ചേഞ്ച് ഒന്നും കാണുന്നില്ല. നമ്മളൊരു മൈൽഡ് സ്റ്റീലും കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്രാക്ചറിന് മുമ്പായിട്ട്, പൊട്ടുന്നതിന് മുമ്പായിട്ട് ഷേപ്പ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് പൊട്ടുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും, ഒരു മൈൽഡ് സ്റ്റീലും കൊണ്ട് ഉണ്ടാക്കിയ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം അത് ഫെയിലിയർ ആവുന്നതിന് മുമ്പ് അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് പൊട്ടാൻ പോവാണെന്ന്. പക്ഷേ ഗ്ലാസും കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത് ഷേപ്പ് ഒന്നും ചേഞ്ച് ആവാത്തതുകൊണ്ട് അത് എപ്പോഴാണ് പൊട്ടുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ലോഡ് കൂടുമ്പം ഏതൊരു നിമിഷം എന്ത് ചെയ്യാൻ പറ്റും? അത് പൊട്ടാനായിട്ട് പറ്റും. അതുകൊണ്ട് അവിടെ എന്തില്ല? ആ ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഡിഫോർമേഷൻ, സ്ട്രെയിൻ എന്തായിരിക്കും? കുറവായിരിക്കും. അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക് റീജിയൻ ഇല്ല. ഇവിടെ ഈൽഡിങ് ഉണ്ടായിരുന്നു, ഇവിടെ എന്തില്ല? ഈൽഡിങ് അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക് റീജിയൻ ഇവിടെ എന്തായിരിക്കും? ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ആ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേന് ഇവിടെ എന്താണ്? ഫ്രാക്ചർ ആണ് നടക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ നേരത്തെ കൂട്ട് തന്നെ നമ്മൾ സ്ട്രെയിൻ കൂടുന്നതിനനുസരിച്ച് സ്ട്രെസ് കൂടുന്നുണ്ട്. പക്ഷേ ഒരു ലിമിറ്റ് വരെ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മളുടെ സ്ട്രെയിൻ കാണിക്കത്തുള്ളൂ. അതിനുശേഷം എന്താണ്? ഫെയിലിയർ ആണ് സംഭവിക്കുന്നത്. അതായത് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ അല്ലെ സ്ട്രെയിൻ എന്തായിരിക്കും? ഇവിടെ കുറവായിരിക്കും. നമ്മളുടെ ഒരു ലിമിറ്റ് എത്തുമ്പോഴത്തേനും അതെന്താവും? അങ്ങ് ഫ്രാക്ചർ ആവും. പക്ഷേ ഇതായിരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യും? ഈൽഡ് ചെയ്യും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കാണിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നല്ലൊരു പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്തില്ല? ബ്രിട്ടിൽ മെറ്റീരിയൽസിനില്ല. അപ്പോൾ ബ്രിട്ടിൽ മെറ്റീരിയൽസ് ഇങ്ങനെ ഒരു നേച്ചർ കാണിക്കാത്തതുകൊണ്ടാണ് നമ്മളതിനെ സ്ട്രക്ചറൽ ഡിസൈൻസിനൊക്കെ യൂസ് ചെയ്യാത്തത്. കാരണം അപ്പോൾ സ്ട്രക്ചറൽ ഡിസൈൻസ് ഒക്കെ നമ്മൾ ബ്രിട്ടിൽ മെറ്റീരിയലും കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴാണ് പൊട്ടാൻ പോകുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ നമ്മളൊരു സ്റ്റീലൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ഓക്കെ ഇതിപ്പോൾ ആ ഒരു ഷേപ്പ് ചേഞ്ച് ആകുമ്പോഴത്തേനും ഇത് പൊട്ടാൻ പോവാണ്, അപ്പോൾ നമുക്ക് അതിനൊരു റീപ്ലേസ്മെൻറ്റ് വരുത്താനായിട്ട് പറ്റും. പക്ഷേ ബ്രിട്ടിൽ മെറ്റീരിയൽ ആകുമ്പോഴത്തേനും അത് നമുക്ക് എന്തുന്നില്ല? പറ്റുന്നില്ല. ഇത് എന്താണ്? അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഇതിന് കുറവാണ്. സോ ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ആ ഫ്രാക്ചർ പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്കറിയാം, ഈ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൻ്റെ ഈ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു? ടഫ്നെസ് കിട്ടുമായിരുന്നു. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുമ്പോൾ എന്തിനു തരും? ടഫ്നെസ് തരും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, നമ്മളിപ്പം ഒരു മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ ആയിരുന്നുണ്ടെങ്കിൽ ഇത്രയും ഏരിയ ആയിരുന്നു അവിടെ വരുന്നുണ്ടായിരുന്നത്. സോ അവിടെ ടഫ്നെസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. പക്ഷേ ബ്രിട്ടിൽ മെറ്റീരിയൽ കേസിൽ ടഫ്നെസ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ മെറ്റീരിയൽ ടഫ് അല്ല. അപ്പോൾ ടഫ്നെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോക്കിനെ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ലോഡിനെ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള കഴിവാണെന്തെന്ന് പറയുന്നത്? ടഫ്നെസ് എന്ന് പറയുന്നത്. അതായത് സഡൻ ആയിട്ടുള്ള ലോഡിനെ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള കഴിവ്. അപ്പോൾ ഇവിടെ സഡൻ ലോഡിനെ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള കഴിവ് എന്താണ്? ബ്രിട്ടിൽ മെറ്റീരിയൽസിന് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് എന്ത് ചെയ്യത്തില്ല? ഒരു ഷോക്ക് അബ്സോർബിങ് ആപ്ലിക്കേഷൻസിലൊന്നും നമ്മൾ എന്ത് യൂസ് ചെയ്യത്തില്ല? ബ്രിട്ടിൽ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യത്തില്ല.